നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധത്തിന് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ തിരക്കിട്ട് ഓടുമ്പോഴും ഇത് മീഡിയേറ്റർഷിപ്പിൽ അവസാനിക്കുമോ അല്ല ഇത് വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണോ, ഒരുപക്ഷെ വളരെ ഇമിനൻ്റായിട്ടുള്ള യുദ്ധത്തിലേക്കാണോ എന്നുള്ള സംശയം ഗൗരവതരമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മീഡിയേറ്റർ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്നും അത് ഒരു ഡീലിൻ്റെ അടുത്തേക്ക് വളരെ അടുത്ത് നിൽക്കുകയാണെന്നുമാണ് ഏറ്റവും അവസാനമായി ഇറാനിൽ നിന്ന് പുറത്തു വന്ന പ്രതികരണം. ഒരു ഇറാനിയൻ ഒഫീഷ്യൽ അൽ ജസീറയോട് പറഞ്ഞത് ഈ നെഗോസിയേഷൻസ് ആർ വെരി ക്ലോസ് ടു ആൻ അഗ്രിമെൻ്റ് എന്നാണ്. ഒരു എഗ്രിമെൻറ്റിൻ്റെ വളരെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അൽ ജസീറയോട് ഒരു ഇറാനിയൻ ഒഫീഷ്യൽ വെളിപ്പെടുത്തിയത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഇത് നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്ക് എത്തും എന്ന് ഇപ്പോൾ അവകാശപ്പെടുന്ന ഇറാനാണ്. നേരത്തെ ഇതേ കാര്യം അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ട്രംപാണ് എപ്പോഴും വന്നിട്ട് ഇതാ അവർ എഗ്രിമെൻ്റ് ഒപ്പിടാൻ പോകുന്നു, ഇറാൻ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിന് വേണ്ടി എൻ്റെ കാലെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നത് ട്രംപാണ്. അന്ന് ഇറാൻ്റെ ഭാഗത്തതേ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് നെഗോസിയേഷൻ ഒന്നും പോകുന്നൊന്നുമില്ല എന്നൊരു നിലപാടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് തിരിഞ്ഞു. ഇപ്പോൾ ഇറാൻ പറയുന്നു ഇതൊരു നെഗോഷിയേഷൻസ് വെരി ക്ലോസ് ആണ്. അവരുടെ ഒഫീഷ്യൽ IRGCയുമായി ക്ലോസ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ആൻ എഗ്രിമെൻറ്റ് എന്നാണ്. പക്ഷേ ഇറാനിൽ പല ശബ്ദങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. വേറൊരു ഇറാനിയൻ ഒഫീഷ്യൽ പറഞ്ഞത് ഇറ്റ് ഈസ് ടു ഏർലി ടു സേ വെദർ ദ ഫൈനൽ അഗ്രിമെൻറ്റ് കുഡ് ബി റീച്ച്ഡ് ഓർ നോട്ട്. അതായത് ഒരു എഗ്രിമെൻറ്റിലെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പറയാവുന്നൊരവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞൊരു ഇറാനിയൻ ഒഫീഷ്യലുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാനിൽ ആരാണ് ഒഫീഷ്യൽ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം നിലനിൽക്കുന്നു. പെഷേസ്കിയാൻ ഇറാനിയൻ പ്രസിഡൻറ്റ് പറയുന്നത് ഞങ്ങൾ മിലിറ്ററിയെ ഹോൾ ഹാർട്ടഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ മിലിറ്ററിയെ ഹോൾ ഹാർട്ടഡായിട്ട് സപ്പോർട്ട് ചെയ്യും. വിച്ച് മീൻസ് ദാറ്റ് മിലിറ്ററിയാണ് കാര്യങ്ങൾ നടത്തുന്നത്, ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധാരണ രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് മിലിറ്ററി എല്ലാ ദിവസവും ഓപ്പറേഷൻസിൻ്റെ ബ്രീഫിംഗ് നൽകിയിരുന്നു. പക്ഷേ ബ്രീഫിംഗ് നൽകുമ്പോഴും ആ ടേബിളിൽ പ്രധാനമായിട്ടുള്ള ഡിഫൻസ് സെക്രട്ടറിയാണ്. ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്ററുടെ റെപ്രസെൻറ്റേറ്റീവാണ്. വിച്ച് മീൻസ് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അനുവദിക്കുന്നതുകൊണ്ട് മാത്രം മിലിറ്ററി സംസാരിക്കുന്നതാണ്. മിലിറ്ററി സംസാരിക്കണമെങ്കിൽ ഗവൺമെൻറ് അനുവദിക്കണം, അല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ മിലിറ്ററിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കൊണ്ടു നടക്കുന്നതൊക്കെ മിലിറ്ററിയാണ്. ഗവൺമെൻറ് ഒറ്റ ജോലി മിലിറ്ററിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, മിലിറ്ററി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലാണ് ഇറാനിലെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ. അപ്പോൾ ഇന്ന് മുനീർ ഇപ്പോൾ ടെഹ്റാനിലുണ്ട്. പാകിസ്ഥാൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവിടുത്തെ ആർമി ചീഫ്. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആർമിയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ആർമി ചീഫ് അദ്ദേഹമാണ് പാകിസ്ഥാനിലെ ഉടമസ്ഥൻ. അദ്ദേഹമാണ് ടെഹ്റാനിലെ ഇത് നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇന്ന് ചൈനയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ചൈനീസ് പ്രസിഡൻറ്റിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പോയിരിക്കുകയാണ്. വിച്ച് മീൻസ് ദാറ്റ് ദർ ഈസ് ആൻ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ചൈന ഇൻ ദിസ്. അപ്പോൾ പാകിസ്ഥാനിന് ഒരു ഭാഗത്തേക്ക് ഇറാനിലേക്ക് ഓടുന്നു, ഒരു ഭാഗം ചൈനയിലേക്ക് ഓടുന്നു. എല്ലാം റിസൾട്ടുമായിട്ട് ഒരു കൂട്ടർ അമേരിക്കയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. സോ ചൈന ഈസ് ദർ വെരി മച്ച് ഇൻ ഇറ്റ് എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഇറാനിൽ IRGC വഴങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഗവൺമെൻറ് 100% എങ്ങനെയെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ എത്തണം എന്നുള്ള വല്ലാത്ത തത്രപ്പാടിലാണ് സിവിലിയൻ ഗവൺമെൻറ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇറാനിലെ സിവിലിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആ സംവിധാനത്തിന് എങ്ങനെയെങ്കിലും ഒരു എഗ്രിമെൻറ്റിലെത്തി ഈ സംഗതി അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് IRGCയെ സംബന്ധിച്ച് ആത്മഹത്യാ പട്ടാളമാണ്. അവർക്ക് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഇത് യുദ്ധം ചെയ്യണോ അല്ല എഗ്രിമെൻറ്റ് വേണോ പിൻവാങ്ങണോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ചൈന പോലത്തെ രാജ്യങ്ങൾ ഇവരെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം. അതിനിടയിലൂടെ ഒരു ഇറാനിയൻ ഒഫീഷ്യൽ പറഞ്ഞത് ഞങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് എൻറിച്ച്ഡ് യുറേനിയം കൈമാറണം എന്നുള്ള അമേരിക്കയുടെ നിർബന്ധമാണ്. അപ്പം അമേരിക്ക പറയുന്ന നിർബന്ധമായിട്ട് എൻറിച്ച്ഡ് യുറേനിയം കൈമാറണം, അതുപോലെ ഹോർമുസ് കടലിലേക്ക് ഫ്രീ ആവണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന സംഗതി. പിന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അവരുടെ ഫ്രീസ് ചെയ്യപ്പെട്ട ഫണ്ടുകൾ റിലീസ് ചെയ്യപ്പെടണം, ഇനി അവരെ ആക്രമിക്കരുത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഇതിനകത്ത് തട്ട് നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ എൻറിച്ച്ഡ് ന്യൂക്ലിയർ മെറ്റീരിയലിനെ സംബന്ധിച്ചുള്ള സംഗതിയാണ്. അപ്പോൾ അത് കൈമാറണമെന്ന് നിർബന്ധമായിട്ടും അമേരിക്ക ആവശ്യപ്പെടുന്നത് അമേരിക്കയ്ക്ക് തന്നെ കൈമാറണം, നോട്ട് ഫോർ തേർഡ് പാർട്ടി എന്നുള്ളതാണ് അമേരിക്കയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇറാനിയൻ ഒഫീഷ്യൽ പറഞ്ഞത് കൈമാറാൻ പറ്റില്ല, ഞങ്ങളത് ഡൗൺബ്ലെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം ഇപ്പോൾ 60% വരെ എൻറിച്ച്ഡ് ആണെങ്കിൽ വി ക്യാൻ ഡൈലൂട്ട് ഇറ്റ്, ഞങ്ങളത് ഡൈലൂട്ട് ചെയ്ത്
3%-ലേക്കോ 2%-ലേക്കോ സാധാരണ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡുകളിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, കൈമാറുകയില്ല എന്നുള്ളതാണ്. കാരണം ഈ പറയുന്നവർക്കൊക്കെ ഒരുപാട് പേരെ തൃപ്തിപ്പെടുത്താനുണ്ട്. ഓരോരുത്തരുടെ വായിൽ നിന്നും ചാടുന്ന എന്താണെന്ന് നോക്കി മീഡിയയും IRGCയും തീവ്രവാദികളും മിതവാദികളും പുരോഹിതന്മാരും ഒക്കെ നോക്കിയിരിപ്പുണ്ട്. അപ്പം എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ന്യൂക്ലിയർ മെറ്റീരിയൽ കൈമാറാൻ അമേരിക്ക സമ്മതിക്കില്ല. അപ്പോൾ ഇറാൻ പറയുന്നത് മെറ്റീരിയൽ കൈമാറുന്നില്ല, ഞങ്ങളത് ഡൗൺ ബ്ലെൻഡ് ചെയ്യാം, അതിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുവന്ന് അത് വെപ്പൺ ഗ്രേഡിൻ്റെ ഒരു പ്രദേശത്തും ഇല്ലാത്ത നിലയിലേക്ക് ആക്കി മാറ്റാം എന്നുള്ള നിലയിലുള്ളൊരു പ്രസ്താവനയും ഇറാനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അമേരിക്കയുടെ സ്റ്റാൻഡിനെ കുറിച്ച് മാർക്കോ റൂബിയോ പറഞ്ഞത്, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിദേശകാര്യമന്ത്രി എന്ന് നമുക്ക് പറയാവുന്ന മാർക്കോ റൂബിയോ പറയുന്നത് there are some signs for a deal എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഡീലിൽ എത്താനുള്ള സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വളരെ വേഗം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞത്. തീരുമാനം വളരെ വേഗം ആയിരിക്കണം, ഇത് വൈകിപ്പിക്കാൻ പറ്റില്ല. കാരണം അമേരിക്കൻ കോൺഗ്രസിന് അദ്ദേഹം ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഈ പ്രശ്നം തീരും, അത് വളരെ വേഗം തീരും. അപ്പോൾ അത് എഗ്രിമെൻറ്റിലൂടെയാണോ അല്ല ഒരു ആക്രമണത്തിലൂടെയാണോ തീർക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം വരുന്നില്ല. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് വെരി ഡ്രാസ്റ്റിക് മെഷേഴ്സ് എന്നാണ്. അതായത് ന്യൂക്ലിയർ മെറ്റീരിയൽ അവർ കൈമാറിയില്ലെങ്കിൽ ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടാവും. എന്താണ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് ചെയ്യാൻ സാധിക്കുക? ന്യൂക്ലിയർ മെറ്റീരിയൽസ് എന്ത് വന്നാലും കൈമാറുകയില്ല എന്ന് ഇറാനോട് നിലപാടെടുത്താൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അത് നശിപ്പിച്ച് കളയാന്നുള്ളതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതെങ്ങനെ നശിപ്പിക്കാൻ പറ്റുക? അത് നശിപ്പിക്കാൻ പറ്റുക അവിടെ ന്യൂക്ലിയർ ആക്ടിവിറ്റി വരുത്തിക്കൊണ്ട് മാത്രമാണ്. അപ്പം ഈ ന്യൂക്ലിയർ സ്റ്റേഷൻ്റെ ഉള്ളിൽ എവിടെയാണോ ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ സൂക്ഷിച്ചിട്ടുള്ളത്, ആ ന്യൂക്ലിയർ മെറ്റീരിയൽ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ലീക്കേജ് സംഘടിപ്പിക്കുക എന്നതിൽ കുറഞ്ഞ ഒരു പരിപാടി കൊണ്ട് ആ സംഗതി നശിപ്പിക്കാനാവില്ല. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് അമേരിക്ക കടക്കുമോ എന്നുള്ള ഭയമാണ് ഒരു പക്ഷേ ടെഹ്റാനിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ അഗ്രിമെൻറ്റിൻ്റെ വക്കിലാണ് തീർത്തേക്കാം എന്ന് പറയുന്നതെന്ന് എന്നാണ് നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാൻ സാധിക്കുക. കാരണം അടുത്തൊരു സ്റ്റെപ്പിനെ സംബന്ധിച്ച് എന്തായിരിക്കും, അടുത്തൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും അത് തീർക്കാനുള്ള യുദ്ധമാണ്. അല്ലാതെ ഇനി അടുത്തൊരു എഗ്രിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് എന്നുള്ള കാര്യങ്ങളിലേക്കല്ല. ഇറ്റ് ഷുഡ് ബി അതൊരു ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് പോകണം. സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഓപ്പൺ വാർ, അവരുടെ മുഴുവൻ ശക്തിയും എടുത്തൊരു യുദ്ധം ചെയ്യാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. അമേരിക്കയുടെയുള്ള മുഴുവൻ വെപ്പൺസ് ഒന്നും അവർ കഴിഞ്ഞ യുദ്ധത്തിൽ ഉപയോഗിച്ചില്ല. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് അവരുടെ സർവ്വശക്തിയും എടുത്താണ് അവർ തിരിച്ചാക്രമിച്ചത്. അതിൽ ഭൂരിഭാഗവും അവരുടെ ശക്തിയുടെ വലിയൊരു പങ്ക് നശിപ്പിക്കുവാൻ ഇറാനും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റിയുടെ നല്ലൊരു പങ്ക് നശിപ്പിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഇസ്രായേലോ അമേരിക്കയോ അവരുടെ ഹയസ്റ്റ് ഗ്രേഡ് വെപ്പൺസ് ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. അവർ ഈ ഇറാൻ്റെ ആയുധങ്ങളുമായി മാച്ച് ചെയ്യുന്ന ആയുധങ്ങൾ മാത്രമാണ് അവർ പുറത്തെടുത്തിട്ടുള്ളത്. ഇറാൻ്റെ ആയുധങ്ങളുമായിട്ട് മാച്ച് ചെയ്യാത്ത, ഇറാൻ ഒരു തരത്തിലും എത്തിപ്പെടാനാവാത്ത നിരവധി ആയുധങ്ങൾ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും കയ്യിലുണ്ട്. ബട്ട് ദാറ്റ് ഗീവ്സ് മാസ് ഡിസ്ട്രക്ഷൻ. അത് വലിയ തോതിലുള്ള മരണങ്ങളും നാശവും ഉണ്ടാക്കും. അത് ഒരുപക്ഷെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലാതെ പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആക്രമണത്തിലേക്ക് ഇത് എത്തിപ്പെടുമോ എന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടും തലയിൽ ചോറുള്ള എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. ഇപ്പോൾ സെൻകോം എന്ന് പറയുന്നത് അവിടുത്തെ അമേരിക്കൻ മിലിറ്ററി വിങ്ങാണ്. അപ്പോൾ അവർ പറയുന്നത് വി ആർ മെയിൻറ്റെയിനിങ് എ പീക്ക് റെഡിനെസ് എന്നാണ്. അതായത് അവരുടെ വിമാനങ്ങളൊക്കെ ആയുധങ്ങൾ നിറച്ച് മിസൈലുകളൊക്കെ ഫിക്സ് ചെയ്ത് റെഡിയാക്കി പറക്കാൻ നിൽക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇസ്രായേൽ ഇത് 2 ദിവസം മുൻപേ പറഞ്ഞിരുന്നു, അവരുടെ മിലിറ്ററി ഹയസ്റ്റ് അലർട്ടിലാണ്. അതായത് ഒരു യുദ്ധം ചെയ്തതിന് തൊട്ട് മുമ്പുള്ള സിറ്റുവേഷനിലാണ് ഇസ്രായേലിൻ്റെ ആർമി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹൈലി എൻറിച്ച്ഡ് യുറേനിയം എത്രയും വേഗം കൈമാറുക. അപ്പോൾ അതിന് പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ മൊഹസിൻ നഖ്വിയാണ് ഈ ദിവസങ്ങളിലൊക്കെ ടോക്കിന് പോയിരുന്നത്. അദ്ദേഹം മുനീറിൻ്റെ റൈറ്റ് ഹാൻഡാണ്. അദ്ദേഹം മിനിസ്റ്റർ ആണെങ്കിൽ കൂടി മുനീറിൻ്റെ അദ്ദേഹത്തിൻ്റെ ADC ആണ്. അദ്ദേഹം പറയുന്ന പോലെയാണ് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അംബാസഡറായിട്ട് അവിടെ പോയിരുന്നു. മുനീർ ഇന്ന് പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബെയ്ജിങ്ങുമായിട്ട് ആലോചനകൾ വരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ട്രംപിൻ്റെ വായിൽ തന്നെ ഇത് വന്നു. ഒന്നുകിൽ ഞങ്ങൾക്ക് ഇത് ന്യൂക്ലിയർ മെറ്റീരിയൽ കൈമാറണം, ഓർ പ്രോബബ്ലി വി വിൽ ഡിസ്ട്രോയ് ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ന്യൂക്ലിയർ മെറ്റീരിയൽ ഇറാനിലിട്ട് നശിപ്പിക്കുമെന്ന് പറയുന്നത് അത് വളരെ ഗൗരവതരമായ ഒരു പ്രസ്താവനയാണ്. ഇറാനിലിട്ട് എങ്ങനെ ന്യൂക്ലിയർ മെറ്റീരിയൽ നശിപ്പിക്കുമെന്നുള്ളത് വളരെ ഗൗരവതരമായൊരു പ്രസ്താവനയാണ്. ന്യൂക്ലിയർ മെറ്റീരിയൽ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോഷൻ വഴി മാത്രമേ നടക്കൂ. ദാറ്റ് ഇസ് എ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. അപ്പോൾ അതെങ്ങനെ നടക്കും? അത് സ്വാഭാവികമായിട്ടും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഈ ടോക്കിനിടയിലൂടെ ഇറാനിൽ നിന്നൊരു ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. ഒരു സർപ്രൈസ് അറ്റാക്ക്. അപ്പം നെതന്യാഹു അത് ഓപ്പണായിട്ട് പറഞ്ഞു, അവരുടെ സർപ്രൈസ് അറ്റാക്ക് ഭയപ്പെടുന്നുണ്ട്. കാരണം IRGCയിലെ ഒരു വിഭാഗം ഒരു തരത്തിലും ഇതൊരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിൽ എത്തരുത് എന്ന് നിർബന്ധമുള്ളവരാണ്. ഇസ്രായേലും ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇസ്രായേലിനെ ആക്രമിക്കാൻ
ഒരുപക്ഷേ ഈ നെഗോസിയേഷൻ്റെ ഇടയിലൂടെ തന്നെ ഒരു സർപ്രൈസ് അറ്റാക്ക് ഇസ്രായേലിന് നേരെയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ പേരിൽ ഇന്നലെ ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അപ്പം ഈ നെഗോസിയേഷനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി IRGCയുടെ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ആക്രമണം അതൊരു വലിയ തോതിലുള്ള ആക്രമണമായിരിക്കുമെന്നാണ് ഇസ്രായേൽ അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാണ് അവരുടെ വാർത്ത. അത് രണ്ട് കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, IRGCയിലെ ഇക്കാര്യത്തിൽ ഏകോപനമില്ല. ഈ എഗ്രിമെൻറ്റ് വേണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ഏകോപനം. രണ്ട്, ഈ സ്ട്രൈറ്റ് ഹാർമോസിനെ സംബന്ധിച്ച് ഒമാനുമായുള്ള കൂടിയാലോചനകൾ ഇറാൻ തുടരുന്നുണ്ട്. അപ്പം സ്ട്രൈറ്റ് ഹാർമോസ് ഫ്രീ ആക്കുക എന്നുള്ളൊരു പ്രീ കണ്ടീഷനാണ്. ഒരു തരത്തിലും സ്ട്രൈറ്റ് ഹാർമോസിൽ ഒരു ടാക്സ് വരുത്ത് ടോൾ പിരിക്കുക എന്നുള്ള പരിപാടി അത് അനുവദിക്കില്ല എന്നുള്ളത് US പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗവുമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ഈ എഗ്രിമെൻറ്റിൽ ഉള്ളപ്പോൾ തന്നെ ഇറാനും ഒമാനും തമ്മിൽ ആക്റ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഒമാൻ അതിനകത്ത് എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്നാൽ പോലും ഇറാൻ ഈ ചർച്ചയുമായി മുൻപോട്ട് പോകുന്നു. വിച്ച് മീൻസ് ഇറാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു US-നെ കൂടാതെ എന്നാണ് ഇസ്രായേൽ അതിൽ നിന്ന് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഒരു സർപ്രൈസ് അറ്റാക്കിനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല. കൂടാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ട്രംപും നെതന്യാഹുവും തമ്മിൽ സീരിയസ് ആയിട്ടുള്ള ഡിസഗ്രിമെൻറ്റുകൾ ഉണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന കണ്ടീഷൻസിൻ്റെ പേര്, അല്ലെങ്കിൽ ഹാർമോസ് ഓപ്പൺ ചെയ്യുക, അതുപോലെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് കൈമാറുക, ഈ രണ്ട് കണ്ടീഷൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നെതന്യാഹുവിന് താല്പര്യമില്ല. കാരണം ഇറാൻ്റെ കയ്യിൽ ഇനിയും ലോങ് റേഞ്ച് മിസൈൽസ് ബാക്കിയുണ്ട്. മാത്രമല്ല അവർക്ക് ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേലിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അവരുടെ കയ്യിലുള്ള ലോങ് റേഞ്ച് മിസൈൽസ് മുഴുവൻ നശിപ്പിക്കണം. കൂടാതെ കൂടുതൽ ലോങ് റേഞ്ച് മിസൈലുകൾ ഉണ്ടാവുകയില്ല എന്നൊരു എഗ്രിമെൻറ്റ് കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കൂടാതെ അവരുടെ പ്രോക്സീസ് ആയിട്ടുള്ള ഹെസ്ബുള്ള, ഹമാസ, ഹൂത്തി ഇത്തരം സാധനങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നൊരു ഉറപ്പ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾപ്പെടാതുള്ള ഒരു എഗ്രിമെൻറ്റിനേക്കാൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രൈക്കാണ്, ഒരു യുദ്ധമാണ്. അപ്പം ആ യുദ്ധത്തിൽ ഇറാൻ്റെ മുഴുവൻ കേപ്പബിലിറ്റിയും തകർത്ത ശേഷം ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു നയമാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ അഭിപ്രായമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ളത്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിച്ച് മീൻസ് തേഴ്സ്ഡേ നെതന്യാഹുവും ട്രംപും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഡിസ്കഷൻ. അത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുടിയുടെ അറ്റത്ത് തീ പാറുന്നു എന്നൊരു പ്രയോഗമാണ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് ഉപയോഗിച്ചത്. അത്രയും ഹാർഷായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ഡിബേറ്റ്, ഒരു ആർഗ്യുമെൻറ്റ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ആക്സിംസും റോയിറ്റേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.